അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ നബിയിൽ മുസ്തഫ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. സൂറത്തുൽ മാഇദയിലെ 69-ാമത്തെ ആയത്താണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വസ്വാബിഊന വന്നസ്വാറ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വഅമില സ്വാലിഹൻ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. യഹൂദികളെ കണക്കിന് വിമർശിച്ചതിനു ശേഷം പ്രതീക്ഷയ്ക്ക് വകയെന്നോണമുള്ള അള്ളാഹുവിൻ്റെ ഒരു സംവേദനമാണ് ഈ ആയത്ത്. യഹൂദികളാണെങ്കിലും നസ്വാറാക്കളാണെങ്കിലും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞു പോയവരാരാണെങ്കിലും അള്ളാഹുവിൽ വിശ്വസിക്കുകയും അന്ത്യനാളിൽ വിശ്വസിക്കുകയും സൽക്കർമ്മം അനുഷ്ഠിക്കുകയും ചെയ്താൽ അവർക്ക് പിന്നെ ഭയപ്പെടേണ്ടതില്ല, അവർക്ക് പിന്നെ ദുഃഖിക്കേണ്ടതില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അതിനനുസരിച്ചുള്ള ഒരു പ്രതിഫലം നൽകുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതീക്ഷ നൽകുന്നതാണ് ഈ ആയത്തിൽ കാണുന്നത്. ഇവിടെ ഇതിൻ്റെ കണ്ടന്റ് എന്നതിലുപരി ഒരു ഏറാബിയായ മഹല്ലുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് കാര്യമായി ഇതിലുള്ളത്. എന്ന് വെച്ചാൽ ഇന്ന എന്നുള്ളതിൻ്റെ ഇസ്മ ഇവിടെ നമുക്ക് ആദ്യം കാണുന്നത് ഇന്നയാണ്. ഇന്നയുടെ ഇസ്മ നസ്ബാണ് എന്നെല്ലാവർക്കും അറിയാം. പക്ഷെ ഇവിടെ നോക്ക്, ഇന്നല്ലദീന ആമനു, അല്ലദീന ആമനു എന്നുള്ളത് ജുംലയാണ്, അവിടെ നസ്ബ് മഹല്ലാണ് അല്ലേ. വല്ലദീന ഹാദു അതും ഒരു ജുംലയാണ്, അതും അതിൻ്റെ മഹല്ല് നസ്ബാണ്. പക്ഷെ അതിൻ്റെ ശേഷം നോക്കൂ, വസ്സാബി ഈന എന്നല്ലേ പറയേണ്ടത്. ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വസ്വാബി ഈന എന്നല്ലേ പറയേണ്ടത്. പക്ഷെ ഇവിടെ പറഞ്ഞത് വസ്സാബി ഊന, റഫ് ആയിട്ടാണ് പറഞ്ഞത്. വസ്സാബി ഊന എങ്ങനെ പറയേണ്ടത്? നസ്ബായിട്ട് ഇന്നയുടെ ഇസ്മിലേക്ക് അത്ഫ് ചെയ്യപ്പെട്ടതാണല്ലോ സാബി ഊൻ എന്നുള്ളത്. അപ്പോൾ സാബി ഈ എന്നല്ലേ വരേണ്ടത്, സാബി ഊൻ എന്നാണ് വന്നത്. അത് എങ്ങനെ നമ്മൾ ന്യായീകരിക്കും എന്നുള്ളതാണ്. അതിനെക്കുറിച്ചാണ് കാര്യമായി ഇതിൻ്റെ ഷറഹിലുള്ളത്. നമുക്ക് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്വാബി ഊൻ റുഫിയ അലൽ ഇബ്തിദായി, അതിനെന്തുകൊണ്ട് റഫ് ചെയ്തു? ഒന്നാമത്തെ ന്യായം അത് മുബ്തദ ആണ്. അപ്പോൾ അതുവരെ ഉള്ളത് വേറൊരു സംഗതിയാണ്. വസ്സാബി ഊന എന്നുള്ളത് മുതൽ വേറെ തുടങ്ങാണ്. വസ്സാബി ഊന വൻ നസ്വാറ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ. ഖബറുഹു, അപ്പോൾ അതിൻ്റെ ഖബറോ മഹ്ദൂഫും കളയപ്പെട്ടിട്ടുണ്ട്. വന്നിയത്തു ബിഹി, അങ്ങനെയൊക്കെ എന്തിനാണ് ഇത്ര ഇടങ്ങറായിട്ട് അങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അത്തഖീറു അമ്മാ ഫി ഹയ്യിസ് ഇന്ന മിൻ ഇസ്മിഹ വ ഖബരിഹ, ഇന്നയുടെ ഇസ്മും ഇന്നയുടെ ഖബറൊക്കെ ഇവിടെ ഉണ്ട് അല്ലേ. ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു അത് ഇന്നയുടെ ഇസ്മാണ്. അല്ലദീന ആമനു വല്ലദീന ഹാദു, അതിൻ്റെ ഖബറുണ്ട്. ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ എന്നുണ്ട്. അതിൻ്റെ ഒരു ഹയ്യിസ്, അതിൻ്റെ ഒരു വൃത്തം ആ ഒരു ഫാമിലിയിൽ നിന്ന് പുറത്ത് കിടക്കുക, അതിന് പിന്തി വരിക, അതാണ് ഇപ്പോൾ ഇവിടെയുള്ള ഉദ്ദേശം. അപ്പോൾ വസ്സാബി ഊന എന്നുള്ള അതിന് പിന്നിൽ വരുന്നൊരു സംഗതിയാണ്. ഓക്കെ. കാന്നഹു കീല, അപ്പോൾ എങ്ങനെയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വന്നസ്വാറ ഹുക്മുഹും കദാ, വിശ്വസിക്കുകയും യഹൂദികളാവുകയും നസാറാക്കളാവുകയും ചെയ്ത ആളുകൾ, ഹുക്മുഹും അവരുടെ ഹുക്മ് കദാ, ഇതൊക്കെയാണ്. ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂനാണ് വസ്സാബി ഊന. അപ്പം ഞാൻ അതിൻ്റെ ശേഷം സാബി ഊന എന്നുള്ളത് വേറെയാണ്. നമ്മൾ പറഞ്ഞല്ലോ വസ്സാബി ഊന എന്നുള്ളത് കദാലിക്ക, അവരുടെ സ്വഭാവം അവരുടെ പരിപാടി ഇങ്ങനെ തന്നെയാണ്. ഓക്കെ. അപ്പോൾ അവിടുത്തെ സാബി ഊന എന്നുള്ളത് അടർത്തി മാറ്റിയിട്ട് വലാഹും യഹ്സനൂൻ അതിൻ്റെ ശേഷമാണ് വരേണ്ടത്. ഓക്കെ. അത് അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? തീർച്ചയായും പറ്റും. അതിന് തെളിവായിട്ട് സീബവൈഹി എന്ന് പറയുന്ന ഏറ്റവും നിഷ്ണാതനായ അറബി ഗ്രാമറിയൻ്റെ ഒരു കവിത, അദ്ദേഹം കൊണ്ടുവന്നൊരു കവിതയുണ്ട്. അതിലിങ്ങനെയാണ്, വ ഇല്ല, അങ്ങനെ അല്ലെങ്കിൽ അത് അതിൻ്റെ മുമ്പുള്ള എന്തോ ഒരു ജുംലയുടെ ബാക്കിയാണ്. ഫഅലമു, അപ്പോൾ നമുക്കൊരു സമവായത്തിലെത്താം എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് പറഞ്ഞിട്ടുണ്ടാവാം. യുദ്ധമാണ്, യുദ്ധസമാനമായ സാഹചര്യമാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു കരാറൊക്കെ കൊണ്ടുവരാം, നിങ്ങൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ ഫഅലമു, നിങ്ങൾ അറിഞ്ഞോളി, ഭീഷണിപ്പെടുത്താണ്. അന്ന, ഞങ്ങൾ, പിന്നെ വേണ്ടത് അന്നക്കും എന്നാണ്. അത്ഫ് ചെയ്തിട്ടാണെങ്കിൽ പറയണമെങ്കിൽ അന്ന വ അന്നക്കും എന്നാണ് വേണ്ടത്. പക്ഷെ അന്ന വ അൻതും, അന്ന ഞങ്ങൾ, വ അൻതും നിങ്ങൾ, ഞങ്ങൾ, അതേപോലെ തന്നെ നിങ്ങൾ ബുഗാത്വൻ അതിക്രമകാരികളാണ്. ബക്കീന ഫി ഷിഖാക്ക്, അതെന്തോ ആവട്ടെ. അഥവാ അതിൻ്റെ അർത്ഥം എങ്ങനെയാണ്? ഞങ്ങൾ ഫി ഷിഖാക്ക്, യുദ്ധത്തിലായിരിക്കുന്ന കാലത്തോളം, ഫി ഷിഖാക്ക് പറഞ്ഞാൽ അവിടെ യുദ്ധമാണ്,
യുദ്ധത്തിലായിരിക്കുന്ന കാലത്തോളം അതിക്രമകാരികളാണ്. അതേപോലെ തന്നെയാണ് നിങ്ങളും. അതാണ് ഇപ്പോൾ അൻതുന്ന് കിട്ടുള്ളൂ. അല്ല മറിച്ച് അന്നക്കും എന്നായിരുന്നുവെങ്കിൽ അന്ന ഞങ്ങൾ, അന്നക്കും നിങ്ങൾ, ബുഗാത്തുൻ അതിക്രമകാരികളാണ് എന്ന് വരും അവിടെ അർത്ഥം. ഇവിടെ അന്നക്കും അൻതും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അൻതും എന്നുള്ളത് എങ്ങനെയാണ് ഇപ്പോൾ അവിടെ വരിക? ഏലമു നിങ്ങൾ അറിയുക, അന്ന ബുഗാത്തുൻ ഞങ്ങൾ അതിക്രമകാരികളാണ്, അൻതും കദാലിക്ക നിങ്ങളും അതുപോലെ തന്നെയാണ്. അതേപോലെയാണ് ഇപ്പോൾ ഇവിടെ വരിക. വിശ്വസിച്ചവരും യഹൂദികളായവരും അവരുടെ ഹുക്കും ഇതാണ്. വസാബിഊന സാബിങ്ങളാകുന്നത് ഹുക്കുമും കഥ അവരുടെ ഹുക്കും ഇങ്ങനെയുമാണ്. അതുകൊണ്ട് അവിടെ റഫ് ചെയ്യുന്നത് കൊണ്ട് വിരോധമില്ല. ഓക്കെ, ഇതാണ് അതിൻ്റെ ന്യായം. ഫൈൻ കുൽത്ത, അപ്പം നിങ്ങൾ ചോദിച്ചാൽ ഹല്ല സഅംത നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞൂടെ, ഇതിൽ എത്ര അടങ്ങറാണ്? അന്ന ഇർത്തിഫാഅഹുലിൽ അത്ഫി അല മഹല്ലി ഇന്ന വ ഇസ്മിഹ, ഇന്നയുടെ ഇസ്മിൻ്റെ മേലെ അത്ഫി ചെയ്തു എന്ന് പറയുന്നതിന് പകരം അങ്ങനെ പറയുമ്പോഴല്ലേ നസ്ബി ചെയ്യേണ്ടി വരുള്ളൂ. ഇന്നയുടെ ഇസ്മായ അല്ലദീന ആമനു, അല്ലദീന ആമനു എന്നുള്ളതിൻ്റെ മേലല്ല അതിൻ്റെ അത്ഫ്, മറിച്ച് ഇന്നല്ലദീന ആമനു എന്ന മഹല്ല്, ആ മഹല്ല് റഫ് ആണല്ലോ, ആ മഹല്ലിൻ്റെ മേലെ അത്ഫ് ചെയ്തതായിക്കൂടെ? അപ്പോൾ കുൽത്തു നമ്മൾ പറയും ലാ യസിഹു ദാലിക, അങ്ങനെ അത്ഫ് ചെയ്യാൻ കഴിയില്ല. ഖബ്ലൽ ഫറാഗ് മിനൽ ഖബരി, ഇവിടെ ഖബർ അവസാനിച്ചിട്ടില്ല. ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ എന്ന് ശേഷമാണ് വരുന്നത്. അതിൻ്റെയും ശേഷമാണ് സാബിഊന്ന് വരികയാണെന്നെങ്കിൽ നടക്കുമായിരുന്നു. അപ്പോൾ എന്ത് പറയാൻ പറ്റൂല? ഉദാഹരണത്തിന് ഇന്ന സൈദൻ വ അംറുൻ മുൻതൊലിക്കാനി എന്ന് പറയാൻ പറ്റൂല. ഇന്ന സൈദൻ വ അംറുൻ മുൻതൊലിക്കാനി എന്ന് പറയാൻ പറ്റൂല. പിന്നെ എപ്പോൾ പറയായിരുന്നു? ഇന്ന സൈദൻ മുൻതൊലിക്കുൻ വ അംറുൻ എന്ന് പറയാൻ പറ്റുമായിരുന്നു. ഖബറിൻ്റെ ശേഷമാണ് ഈ അത്ഫ് വരുന്നതെങ്കിൽ ഈ അത്ഫിനെ മഹല്ലിലേക്ക് അത്ഫ് ചെയ്യുക എന്നുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു, അങ്ങനെ റഫ് ചെയ്യുക എന്നുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇത് ഖബർ അവസാനിക്കുന്നതിൻ്റെ മുമ്പെയാണ് സാബിഊന്ന് വന്നത്. ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ എന്നുള്ള ഖബർ അവസാനിക്കുന്നതിൻ്റെ മുമ്പാണ് സാബിഊൻ, അതിൻ്റെ ഇടയിലാണ് സാബിഊന്ന് വന്നത്. അപ്പോൾ പിന്നെ മഹലിൻ്റെ മേൽ റഫ് ചെയ്യുക എന്നുള്ള ഓപ്ഷനില്ല. അപ്പോൾ അടുത്ത ചോദ്യം, ലിമലായ സിഹു വന്നിയത്ത് ബിഹി തഅഖീറു, എന്താ അങ്ങനെ പറ്റൂല എന്നുള്ളത്? സംഭവം സാബിഊ എന്നുള്ളത് ഖബറിൻ്റെ മുമ്പ് വന്നെങ്കിലും, ഖബർ അവസാനിക്കുന്നതിൻ്റെ മുമ്പ് വന്നെങ്കിലും നമ്മുടെ ഉദ്ദേശം ഇങ്ങനെ ആക്കിയാൽ പോരെ? അതിൻ്റെ യഥാർത്ഥ സ്ഥാനം ഖബറിൻ്റെ ശേഷമാണ്. വന്നിയത്തു ബിഹി, ആ ഖബർ കൊണ്ടുള്ള ഉദ്ദേശം അത്തഅഖീറു, അത് പിന്തിപ്പിക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ പോരെ? എന്നിട്ട് എങ്ങനെ അർത്ഥം വെക്കുക? ഫകാന്നക കുൽത്ത, ഇങ്ങനെ അർത്ഥം, ഇങ്ങനെയാണ് അതിൻ്റെ ഉദ്ദേശം. ഇന്ന സൈദൻ മുൻത്വലിക്കുൻ വ അംറുൻ എന്ന് പറയുന്നത് പോലെ ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വൻ നസ്വാറ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വഅമില സ്വാലിഹൻ വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ വസാബിഊൻ എന്നാണ് നിയ്യത്ത്, എന്നാണ് ഉദ്ദേശം എന്ന അർത്ഥത്തിൽ വെച്ചാൽ പോരെ? കുൽത്തു, അപ്പോഴും പ്രശ്നമുണ്ട്. കാരണം കാരണം ഞാൻ ഇദാ റഫഅതുഹു, അപ്പ് സാബിഊൻ എന്നുള്ളതിന് റഫ് ചെയ്താൽ റഫഅതുഹു അത്ഫൻ അലാ മഹല്ലി ഇന്ന വ ഇസ്മിഹ, ഇന്നയുടെയും ഇന്നയുടെ ഇസ്മിൻ്റെയും മഹല്ലിൻ്റെ മേലായിരിക്കും നമ്മൾ അത്ഫ് ചെയ്യുന്നത്. വൽ ആമിലു ഫി മഹല്ലിഹിമ, ഇതിൻ്റെ രണ്ടിൻ്റെയും മഹല്ലിൻ്റെ ആമില് ഹുവൽ ഇബ്തിദാഉ, അത് രണ്ടും മുബ്തദാണ്. ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു എന്നുള്ളത് ആ മഹല്ലും മുബ്തദാണ്, പിന്നെ വസാബിഊന എന്നുള്ളതും മുബ്തദാണ് അല്ലേ? ഫയജ്ബു അൻ യകൂന ഹുവൽ ആമിലു ഫിൽ ഖബരി, അപ്പോൾ അതായിരിക്കണം. ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ എന്നുള്ള ഖബറിൽ അമല് ചെയ്യുന്നത് ആരായിരിക്കണം? മുബ്തദ ആയിരിക്കണം അല്ലേ? കാരണം ലിഅന്നൽ ഇബ്തിദാ യൻതളിമുൽ ജുസ്ഐനി ഫി അമലിഹി കമാ തൻതളിമുഹ ഇന്ന ഫി അമലിഹ. കാരണം ഇബ്തിദാ എന്നുള്ളത് യൻതളിമു ഫിൽ ജുസ്ഐനി, മുബ്തദയിലും ഖബറിലും ചേർന്ന് വരുന്നുണ്ട് അല്ലേ? ആ ഒരു സംവിധാനം വരുന്നുണ്ട് ഇബ്തിദാ എന്നുള്ളത്. കമാ തൻതളിമുഹ, അതേ പണി തന്നെയാണ്. ആ മുബ്തദവും ഖബറും എന്താണോ അതേ ഇന്തിലാമ് തന്നെയാണ്, അതേ സംവിധാനം തന്നെയാണ് ഇന്നയും അതിൻ്റെ അമലിലുള്ളത് അല്ലേ? ഇന്ന എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? ഇബ്തിദായിനെ നസ്ഖ് ചെയ്യുന്ന പണിയാണ് ഇന്നക്കുള്ളത്. പക്ഷേ അതിൻ്റെ ആ ഒരു ഇന്തിലാമ്, അതിൻ്റെ ആ നിലാമ്, ആ സംവിധാനം ഒരേപോലെ തന്നെയാണല്ലോ. അപ്പോൾ ഫലോ റഫഅത വസാബിഊൻ, സാബിഊൻ എന്നുള്ളതിന് റഫ് ചെയ്താൽ എങ്ങനത്തെ സാബിഊൻ? അൽ മൻവിയ ബിഹി അത്തഅഖീറു ബിൽ ഇബ്തിദാഇ, മുബ്തദ എന്നുള്ള നിലക്ക് അതിനെ പിന്തിപ്പിക്കുക എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനത്തെ സാബിഊൻ എന്നുള്ളതിന് നിങ്ങൾ റഫ് ചെയ്താൽ വഖദ് റഫഅതൽ ഖബറ ബി ഇന്ന, പിന്നെ എന്തും ചെയ്തിട്ടുണ്ട്? ഇതിൻ്റെ ഖബറായ
ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ എന്നുള്ളതിന് നിങ്ങൾ റഫ് ചെയ്യുകയും ചെയ്തു. എന്തുകൊണ്ട്? ബി ഇന്ന കൊണ്ട്, അല്ലേ? അപ്പോൾ ആകെ കൺഫ്യൂഷനായോ? ഇപ്പോൾ ഇവിടെ ഒരു ഖബറും ഉണ്ട്, 2 മുബ്തദയും ഉണ്ട്. അതാണ് ഇപ്പോൾ ഇവിടുത്തെ വിഷയം. ഖബർ ഏതാ? ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. മുബ്തദ ഒരു മുബ്തദ ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു, മറ്റേ മുബ്തദ സാബിഉ എന്നുള്ളത്. അപ്പോൾ ല അമൽത ഫീഹിമ, അപ്പോൾ നിങ്ങൾ അതിൽ അമൽ ചെയ്യും. റാഫിഐനി മുഖ്തലിഫൈനി, 2 റാഫികളുണ്ടാവും. ഒന്ന് ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു, മറ്റൊന്ന് സാബിഉ എന്നുള്ളത്. അപ്പോൾ ഒരു ഖബറും 2 മുബ്തദവും, അല്ലെങ്കിൽ ഒരു ഖബറും ഖബറിന് 2 ആമിലും, അങ്ങനത്തെ വിഷയം വരും. അതാണ് ഇപ്പോൾ മൊത്തത്തിൽ പറഞ്ഞത്. ഓക്കെ, ഒന്ന് ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു എന്നുള്ള മുബ്തദ, അല്ലെങ്കിൽ ആ ഒരു സംവിധാനം, ഇന്നയും അതിൻ്റെ ഇസ്മുമായുള്ള സംവിധാനം. രണ്ടാമത് സാബിഉ എന്നുള്ളത്. അപ്പോൾ ഒരു ഖബറിന് എങ്ങനെ 2 ആമിലുണ്ടാവുക? അങ്ങനത്തെ ഒരു പ്രശ്നം ഇവിടെ വരും എന്നാണ് അതിൽ പറഞ്ഞത്. അപ്പോൾ അതിന് നമ്മൾ മറുപടി പറഞ്ഞു എന്നർത്ഥം. വൈൻ കുൽത്ത, അടുത്ത ചോദ്യം. അപ്പോൾ കൗലുഹു വസ്സാബിഊൻ എന്നുള്ളത് മഅ്തൂഫാണല്ലോ. ലാബുദ്ദ ലഹു മിൻ മഅ്തൂഫി അലൈഹി, ഒരു മഅ്തൂഫ് ഉണ്ടാകുമ്പോൾ അതിന് മഅ്തൂഫ് അലൈഹി വേണ്ടേ? ഫമാഹു, അത് ഏതാണ്? അപ്പോൾ കുൽത്തു, അതിൻ്റെ മറുപടി ഹുവ, ഈ സാബിഊൻ എന്നുള്ളത് മാ ഖബരിഹി, അതിൻ്റെ ഖബറോട് കൂടെ, അൽ മഹ്ദൂഫി, കളയപ്പെട്ട ഖബർ ഏതാ? വസ്സാബിഊന കദാലിക എന്നായിരിക്കും. ജുംലത്തുൻ മഅ്തൂഫത്തുൻ, അതൊരു മഅ്തൂഫായ ജുംലയാണ്. ഇവിടെ സാബിഊൻ എന്നുള്ളതല്ല മഅ്തൂഫായിട്ടുള്ളത്. ഇവിടെ വസ്സാബിഊന കദാലിക എന്നുള്ള ജുംലയാണ് മഅ്തൂഫായിട്ടുള്ളത്. അല ജുംലത്തിൻ, മറ്റൊരു ജുംലയുടെ മേൽ, ഒരു ജുംല മറ്റൊരു ജുംലയുടെ മേൽ അത്ഫ് ചെയ്തിക്കാണ്. അല്ലാതെ സാബിഊൻ എന്നുള്ള ലഫ്ള് അല്ലെങ്കിൽ ആ മുഫ്രദായ സാധനം മറ്റൊരു മുഫ്രദിൻ്റെ മേൽ അത്ഫ് ചെയ്തിക്കല്ല. ഒരു ജുംല മറ്റൊരു ജുംലയുടെ മേൽ അത്ഫ് ചെയ്തു. ഏതാണ് ആ ജുംല? ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു ഇല ആഖിരി. അപ്പോൾ ലാ മഹല്ല ലഹ കമാ ലാ മഹല്ല ലില്ലത്തി അതഫത അലൈഹ, മഅ്തൂഫ് അലൈഹിക്ക് ഇറാബിയായ മഹല്ലില്ലാത്തതുപോലെ തന്നെ ഇവിടുത്തെ മഅ്തൂഫായ വസ്സാബിഊന കദാലിക എന്നുള്ളതിനും ഇറാബിയായ മഹല്ലില്ല. അപ്പോൾ അടുത്ത ചോദ്യം, ഫഇൻ കുൽത മത്തഖ്ദീമു വത്തഅഖീറു ലിൽ ഫാഇ ഇല്ലാ ലിൽ ഫായിദ. ഇവിടെ നിങ്ങൾ പറഞ്ഞു വസ്സാബിഊൻ എന്നുള്ളതിനെ പിന്തിപ്പിച്ച് ജമ്മാക്കുക, അല്ലേ? പിന്തിപ്പിക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അവിടെ ഈ പിന്തിപ്പിക്കുന്നത് എന്തർത്ഥത്തിലാണ്? അതിന് എന്തെങ്കിലും ഒരു ഫായിദ വേണ്ടേ? നമ്മൾ സാധാരണ നഹ്വിലൊക്കെ ഒന്ന് മുന്തിക്കുകയും മറ്റൊന്ന് പിന്തിക്കുകയും ചെയ്യുമ്പോൾ അതിനെന്തെങ്കിലും ഒരു ഫായിദ ഉണ്ടാവാറുണ്ട്. ഇവിടുത്തെ ഫായിദ എന്താണ് ഇവിടെ? സാബിഊൻ എന്നുള്ളതിന് മുമ്പ് അതിൻ്റെ ഖബർ ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു എന്നുള്ളതിൻ്റെ ഖബർ മുന്തിച്ചാലുള്ള ഗുണം എന്താണ്? അല്ലെങ്കിൽ സാബിഊൻ എന്നുള്ളതിനെ പിന്തിച്ചാലുള്ള ഗുണം എന്താണ്? ഫായിദത്തുഹു, അതിൻ്റെ ഉദ്ദേശം അത്തംബീഹു, ഇവിടെയാണ് ആശയം വരുന്നത്. അല്ല അന്ന സാബിഈൻ, ഈ സാബിഈങ്ങൾ എന്നുള്ളത് അഥവാ ദീനുൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയ ആളുകൾ, യുതാബു അലൈഹിം, അങ്ങനെ പുറത്തു പോയവർക്ക് വരെ തൗബുണ്ട്. ഇൻ സഹമിനുമിൽ ഈമാനു, അവരുടെ ഈമാൻ ശരിയായാൽ, വല്ല അമലു സ്വാലിഹു, അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ശരിയായാൽ. അപ്പോൾ സാബിഈങ്ങൾക്ക്, അവ ദീനിൽ നിന്ന് പുറത്തു പോയ മുർത്തദായ ആളുകൾക്ക് വരെ തൗബുണ്ടെങ്കിൽ വമല്ലന്നു ബിഗൈരി, മറ്റുള്ളവരെ കുറിച്ച് എന്തെങ്കിലും പേടിക്കാനുള്ളത്? ദാലിക അന്ന സാബിഈന, കാരണം സാബിഈങ്ങൾ എന്നുള്ളത് അബ്യനു ഹഉലാഇൽ മഅദൂദീന ളലാല, അൽ മഅദൂദീന ളലാല, ലാല്യങ്ങളാണ്, വഴിപിഴച്ചവരാണ് എന്ന് എണ്ണപ്പെട്ട ഈ കൂട്ടരുണ്ടല്ലോ. ഒന്ന് യഹൂദികൾ, മറ്റൊന്ന് നസ്വാറാക്കൾ. ഇവരുടെ കൂട്ടത്തിൽ ഏറ്റവും ലലാലത്തുള്ള ആളുകളാണ് സാബിഈങ്ങൾ. വഅശദ്ദുഹും ഗയ്യ, വഴിപിഴച്ചവരിൽ ഏറ്റവും ശക്തമായി വഴിപിഴച്ചവരാണ് സാബിഈങ്ങൾ. വമാ സുമ്മു സ്വാബിഈന, അവർ സാബിഈൻ എന്ന് വിളിക്കപ്പെട്ടതു തന്നെ ഇല്ലാലി അന്നഹും സബഉ അനിൽ അദിയാനി കുല്ലിഹ, എല്ലാ മതങ്ങളിൽ നിന്നും വേർതിരിഞ്ഞു പോയി എന്നുള്ളത് കൊണ്ടാണ് അവർ സാബിഈങ്ങൾ എന്ന് വിളിക്കപ്പെട്ടത് പോലും. ഐ ഖറജു, സബഉ എന്ന് പറഞ്ഞാൽ ഖറജു, കമാ അന്ന ഷാഇറ ഖദ്ദമ. അപ്പോൾ ഈ സാബിഈങ്ങൾക്ക് വരെ തൗബുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് എന്തായാലും ഉണ്ടാവും. ഇപ്പോൾ നേരത്തെ നമ്മുടെ സീബവൈഹി നഷീദ് അൻഷദ, സീബവൈഹി പാടിയ ആ ബെയ്ത്തിലുള്ള പോലെ, കമാ അന്ന ഷാഇറ, ഷാഇർ ഖദ്ദമ ഖൗലഹു വ അൻതും ഇന്ന ബുഗാത്തുൻ, അതാണല്ലോ ഇന്ന എന്നുള്ളതാണ് ഇന്നയും അതിൻ്റെ ഇസ്മും, അതിൻ്റെ ഖബർ ബുഗാത്തുൻ ആണ്. ഈ ബുഗാത്തുൻ എന്നുള്ളതിന് മുമ്പ് വ അൻതും എന്നുള്ളതിന് ഷായിർ കൊണ്ടുവന്നു. എന്തിനാ? തംബീഹൻ, അവിടെ തെളിയിക്കുന്നത് അല അന്നൽ മുഖാത്തബീന, അൻതും എന്ന് പറയുന്ന നിങ്ങൾ, ഔഗലു ഫിൽ വസ്ഫി ബിൽ ബുഗാത്തി, ബുഗാത്ത് എന്ന വിശേഷണത്തിൽ, അതിക്രമം എന്ന വിശേഷണത്തിൽ ഏറ്റവും ശക്തമായി പ്രവേശിച്ചവരാണ് നിങ്ങൾ.
ഹൈത്തു ആജലബിഹി, അതുകൊണ്ടാണ് അവർ ഏറ്റവും നമ്മളെക്കാൾ വലിയ അതിക്രമകാരികളാണ് നിങ്ങൾ എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഖബറിൻ്റെ മുമ്പേ, ഖബറായ ബുഗാത്ത് എന്നുള്ളതിന് മുമ്പ് ആരിനെ കൊണ്ടുവന്നത്? അൻതും എന്നുള്ളതിനെ കൊണ്ടുവന്നത്. ഓക്കെ, കാരണം അല്ലാ യദുഖുല ഖൗമഹു, അതുവഴി ഷായിർ എന്തുകൂടി പറയുന്നുണ്ട്? അന്ന, ഞങ്ങൾ അതിക്രമകാരികളാണ്, അതിനേക്കാൾ വലിയ അതിക്രമകാരികളാണ് നിങ്ങൾ. അത് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ബുഗാത്ത് എന്നുള്ളതിന് മുമ്പ് അൻതും എന്നുള്ളത് കൊണ്ടുവന്നത്. മാത്രവുമല്ല അല്ലാ യദുഖുല ഖൗമഹു ഫിൽ ബഗി ഖബ്ലഹും, അവർ, അൻതും എന്ന് പറഞ്ഞാൽ നിങ്ങൾ, ആ നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ കവിത പാടിയ ആളുടെ കൗമുണ്ട്, മറ്റൊരു കൗമുണ്ട്. അപ്പോൾ ഈ മറ്റേ കൗമ് അതിക്രമത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് ഷായിറിൻ്റെ കൗമ് പ്രവേശിക്കരുത് എന്നൊരു സൂചന. അല്ലാ യദുഖുല ഖൗമഹു, ഈ ഷായിറിൻ്റെ കൗമ് പ്രവേശിക്കരുത് ഫിൽ ബഗി, അതിക്രമത്തിലേക്ക്, ഖബ്ലഹും, ആരുടെ മുമ്പേക്കാൾ? ഈ മുഖാത്തബീങ്ങളെ മുമ്പിനേക്കാൾ. കാരണം എന്താ? മാ കൗനിഹിം, ഈ മുഖാത്തബായ അൻതും എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗം ഉണ്ടാവില്ല, എപിക്കാർ. ആ എപിക്കാരായത് കൊണ്ടാൽ ഔഗല ഫീഹി, ഈ അതിക്രമത്തിൽ ഏറ്റവും കൂടുതൽ പ്രവേശിച്ച ആളുകളാണ് മിൻഹും, ആരേക്കാൾ? ഈ ഈക്കക്കാരേക്കാൾ. വാസ്ബത്ത് കദമ എന്ന് പറഞ്ഞാൽ ഏറ്റവും, അസ്ബത്തു കദമ എന്ന് പറഞ്ഞാൽ കാലുകൾ ഉറച്ചവർ എന്നൊന്നും അർത്ഥം വെക്കണമെന്നില്ല. അതിൽ സ്ഥിരപ്പെട്ട ആളുകൾ അതിക്രമത്തിൻ്റെ കാര്യത്തിൽ. ഇന്നും തീർന്നില്ല ആ സംഗതി. ഫൈൻ കുൽത്ത, അടുത്ത ചോദ്യം. ഫലൗക്കീല വസ്സാബിഈന വ ഇയ്യാക്കും എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ലക്കാന തഖ്ദീമു ഹാസില, അവിടെ തഖ്ദീമ് കിട്ടുമായിരുന്നുവല്ലോ എന്നാണ് അടുത്ത ചോദ്യം. അപ്പം കുൽത്തു നമ്മൾ പറയും ലൗക്കീല ഹാക്കഥ, അങ്ങനെ വസ്സാബിഈന വ ഇയ്യാക്കും, നസ്വാറ എന്നുള്ളത് ഇയ്യാക്കും എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ലം യകുൻ മിന തഖ്ദീമി ഫീ ഷൈഇൻ, അവിടെ പിന്നെ തഖ്ദീമിന് അർത്ഥമില്ലല്ലോ വസ്സാബിഈന എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ. കാരണം ലിഅന്നഹു ലാ ഇസാലത ഫീഹി അൻ മൗളിഇ, നമ്മൾ സാബിഊൻ എന്ന് റഫ് ചെയ്ത് പറഞ്ഞത് കൊണ്ടാണ് ഇത്രയും ഇടങ്ങറാക്കിയിട്ട് അതിനെ തഖീർ ചെയ്യുന്നത്. നസ്ബാണെങ്കിൽ കുഴപ്പമില്ലല്ലോ, അത്ഫീദാ പോരെ. ഇന്നല്ലദീന ആമനു എന്നുള്ളതിൻ്റെ മേലിലേക്ക് അത്ഫി ചെയ്തിട്ട് വസ്സാബിഈൻ എന്നാണ് പറഞ്ഞാൽ പോരെ, ഒരു പ്രശ്നവുമില്ല. ലാ ഇസാലത ഫീഹി അൻ മൗളിഇഹി, അവിടെ അതിൻ്റെ സ്ഥാനത്ത് നിന്ന് നീക്കേണ്ട കാര്യമില്ല. ഇത് റഫ് ആയതുകൊണ്ടാണ് സാബിഊനെ പിടിച്ചിട്ട് ഖബറിൻ്റെ ശേഷമാണ് എന്നൊക്കെ നിയ്യത്ത് നമ്മൾ വെക്കുന്നത്. വൈന്നമാ യുഖാലു മുഖദ്ദമുൻ വ മുഅഖറുലിൽ മുസാലി, നീങ്ങുന്ന സാധനങ്ങളെക്കുറിച്ചാണ്, ഒരിടത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങുന്ന സാധനത്തെക്കുറിച്ചാണ് നമ്മൾ തഖ്ദീം തഖീർ എന്നൊക്കെ വരിക. ലാലിൽ ഖാരിഫി മക്കാനിഹി, ഒരു സ്ഥലത്ത് തന്നെ ഉറച്ച, ഒരു സ്ഥലത്ത് തന്നെ സ്ഥിരപ്പെട്ട സാധനമാണെങ്കിൽ പിന്നെ അത് മുഖദ്ദമാണ് മറ്റേ മുഅഖറാണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ ഇപ്പോൾ വസ്സാബിഈന എന്നുള്ള നസ്ബ് കൊണ്ടായിരുന്നുവെങ്കിൽ അങ്ങനെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ എന്തിനാ വെറുതെ അപ്പോൾ തഖ്ദീം കിട്ടും എന്ന് പറയുന്നത് എന്തൊരു ബക്വാസാണ്. ഓക്കെ, വ മജ്റ ഹാദിഹിൽ ജുംലത്തി, അപ്പോൾ ഈ ഒരു ജുംലയുടെ നടത്തം മജ്റൽ ഇഅ്തിറാദ് ഫിൽ കലാമി, ഇതൊരു മുഅ്തരിദായിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം അടുത്തത് ഇന്നല്ലദീന ആമനു എന്ന് പറഞ്ഞു. കഴിഞ്ഞിട്ട് പിന്നെ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വഅമില സ്വാലിഹൻ. അപ്പോൾ ആദ്യടുത്ത് ആമനു എന്ന് ജമായിട്ട് പറഞ്ഞു, രണ്ടാമത്തെ മൻ ആമന എന്ന് മുഫ്രദായിട്ട് പറഞ്ഞു. അപ്പോൾ അതിലെന്തെങ്കിലും ഉണ്ടോ? കുൽത്തു, മറുപടി ഫീഹി വജ്ഹാനി, അതിൽ രണ്ട് വജ്ഹുകളാണുള്ളത്. ഒന്ന് ഐ യുറാദ ബില്ലദി, അല്ലദീന ആമനു എന്ന് പറഞ്ഞതുകൊണ്ട് അല്ലദീന ആമനു ബി അൽസിനത്തീം, നാവുകൾ കൊണ്ട് വിശ്വസിച്ചവർ എന്നാണ് അല്ലേ. ആമനു എന്ന് പറഞ്ഞാൽ അങ്ങനെ വിശ്വസിച്ചവർ ഒരുപാടുണ്ട്, നാവ് കൊണ്ട് വിശ്വസിച്ചവർ ഒരുപാടുണ്ടാവും, പക്ഷേ ഹൃദയം കൊണ്ട് വിശ്വസിച്ചവർ കുറച്ചേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഉദ്ദേശം അല്ലദീന ആമനു ബി അൽസിനത്തീം വഹുമുൽ മുനാഫിഖൂൻ. ഒന്നാമത്തെ ആമനു എന്ന് ജംഉ കൊണ്ട് പറഞ്ഞത് നാവ് കൊണ്ട് വിശ്വസിച്ചവരാണ്, മുനാഫിക്കീങ്ങളാണ്. വാ യുറാദ ബിൻ മൻ ആമന, മുഫ്രദായിട്ട് പറഞ്ഞ മൻ ആമന എന്നുള്ള മൻ സബത്ത അലൽ ഈമാനി വസ്തഖാമ, അത് ഈമാൻ്റെ മേൽ സ്ഥിരപ്പെടുകയും യഥാവിധം നിലകൊണ്ടവരുമാണ്. വലം തുഖാലിജുഹുരീബത്തും ഫീഹി, അതിലവർക്കൊരു സംശയവും ഉണ്ടായിട്ടുമില്ല, അങ്ങനത്തെ ആളുകളാണ്. അപ്പോൾ ഫൈൻ കുൽത്ത ഫമാ മഹല്ലു മൻ ആമന, അങ്ങനെയാണെങ്കിൽ മൻ ആമന എന്നുള്ളതിൻ്റെ മഹൽ എന്താ? മറുപടി ഇമ്മ റഫ് അൽ ഇബ്തിദായി, അത് തുടങ്ങുകയാണ്, ആദ്യമായിട്ട് തുടങ്ങുകയാണ് എന്നുള്ള നിലക്ക് അതിന് റഫ് ചെയ്യാം. വഖബറു ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ എന്നുള്ളത്. അപ്പോൾ ഫൽ ഫാ ലി തളമ്മുനിൽ മുബ്തദഇ മഅന ശർത്തി, അവിടെ എന്തിനാണ് ഫലാ ഖൗഫുൻ അലൈഹിം എന്ന് പറഞ്ഞത് അല്ലേ? ഫലാ എന്നുള്ള ഫ എന്നുള്ളത് ജവാബിൻ്റെ കൂടെ വരുന്നതല്ലേ ഫലാ ഖൗഫുൻ അലൈഹിം എന്നുള്ളത് ജവാബിൻ്റെ കൂടെ വരുന്നതാണ് ഫ. അതേ ജവാബ് തന്നെയാണ്, കാരണം മുബ്തദ ആയ മൻ ആമന എന്നുള്ളതിലൊരു ഷർത്തുണ്ട്. മൻ എന്നുള്ളത് ഷർത്താണ്. മൻ ആമന, വിശ്വസിച്ച ആരെങ്കിലും വിശ്വസിച്ചാൽ,
അതിന് അവിടെ മൻ എന്നുള്ളതിൽ ഒരു ഷർത്തുള്ളത് കൊണ്ട് ജവാബായ ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ ഒരു ഫാ ഇട്ട് കൊടുത്തു. തുമ്മൽ ജുംലത്തു കമാ ഹിയ ഖബറു ഇന്ന, പിന്നെ ആ ജുംല ഒന്നടങ്കം മൻ ആമന ബില്ല എന്ന് പറഞ്ഞിട്ടുള്ള മൊത്തം ജുംല ഉണ്ടല്ലോ ലാസ്റ്റ് വരെ, അത് ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു എന്നുള്ളതിൻ്റെ ഖബറും. അപ്പോൾ ഇവിടെ ആ മൊത്തം ആയത്തിൽ ഇതുപ്രകാരം 2 മുബ്തദവും 2 ഖബറും ഉണ്ട്. ഓക്കെ, ആദ്യത്തെ മുബ്തദ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വഅമില സ്വാലിഹീൻ, അതിൻ്റെ ഖബർ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. പിന്നെ രണ്ടാമത്തെ മുബ്തദ ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വസ്സാബിഊന, അങ്ങനെയുള്ള ജുംല അതിൻ്റെ ഇത് മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി എന്നുള്ളതിൻ്റെ ഖബർ. ഓക്കെ, അങ്ങനെ വെക്കാം. അല്ലെങ്കിൽ മൻ ആമന എന്നുള്ളത് നസ്ബ് അലൽ ബദൽ മിൻ ഇസ്മി ഇന്ന, ഇന്നയുടെ ഇസ്മിൽ നിന്ന് ബദലായിട്ട്. ഇന്നയുടെ ഇസ്മ എന്താ? ഇന്നല്ലദീന ആമനു, അല്ലദീന ആമനു എന്ന ഇസ്മിൽ നിന്ന് ബദലായിട്ട്. വമാ ഉത്തിഫ അലൈഹി, അതിൻ്റെ അത്ഫ് വല്ലദീന ഹാദു എന്നുള്ളതിനെല്ലാം ബദലായിട്ട്. ഔ മിനൽ മഅ്തൂഫി അലൈഹി, അല്ലെങ്കിൽ മഅ്തൂഫ് അലൈഹി ആയ ഏത് അല്ലദീന ആമനു എന്നുള്ളതിൽ നിന്ന് മാത്രം ബദലായിട്ട്. എങ്ങനെയൊക്കെ വെക്കാം. അപ്പോൾ മൻ ആമന ബില്ലാഹി എന്നുള്ളത് നിങ്ങൾക്ക് നസ്ബായിട്ടും റഫായിട്ടും വെക്കാം. അപ്പോൾ ഫൈൻ കുൽത്ത, ഇപ്പോൾ ഇവിടെ മൊത്തത്തിൽ ആയത്തിനൊരു മനസ്സിലാകാനുള്ള ഒരു അവ്യക്തത ഉണ്ടല്ലോ. എന്താ ഇപ്പോൾ പറഞ്ഞത് അല്ലേ? മൻ ആമന ബില്ലാഹി, അപ്പോൾ അതിൽ എവിടെയാണ് റാജ്? ഫൈന റാജു ഇല ഇസ്മി ഇന്ന, മൻ ആമന ബില്ലാഹി എന്നുള്ളതിൽ നിന്ന് ഇന്നല്ലദീന ആമനു എന്നുള്ളതിലേക്ക് മടങ്ങുന്ന ലമീർ എവിടെയാണ് ആ റാജ് ഇല ഇസ്മി ഇന്ന? കുൽത്തുഹു മഹദൂഫുൻ, അത് കളയപ്പെട്ടിരിക്കുന്നു. തഖ്ദീറുഹു, അതിനെ വിശദീകരിക്കേണ്ടത് മൻ ആമന മിൻഹും. അപ്പോൾ ആദ്യം നാവ് കൊണ്ട് വിശ്വസിച്ചവർ, അതുപോലെ തന്നെ യഹൂദികളായവർ, നസ്വാറാക്കളായവർ, സാബിഈങ്ങളായവർ, ഇവർ അതൊന്ന്. എന്നിട്ട് മൻ ആമന മിൻഹും, അവരിൽ നിന്ന് യഥാർത്ഥമായി വിശ്വസിച്ചവർ എന്നാണ് അർത്ഥം വെക്കേണ്ടത്. കമാഫി ഫി മൗദിഇൻ ആഖർ. അടുത്തത്, അപ്പോൾ ഇതിങ്ങനെ കുറച്ച് ടഫാണ്. ഇനി നോക്കും സാബിഊൻ എന്നുള്ളതിൻ്റെ ഒരു ലെക്സിക്കലായിട്ടുള്ള ലഫ്ലിയായ ചർച്ച. സാബിഊൻ എന്നുള്ള ബിയാ ഇൻ സരീഹത്തിന് സാബിയൂൻ എന്ന് ഓതിയിട്ടുണ്ട്, കിറാഅത്താണ്. വഹുവ മിൻ തഖ്ഫീഫിൽ ഹംസത്തി, ഹംസയെ തഖ്ഫീഫാക്കിയിട്ട് സാബിഊൻ അടങ്ങറായിട്ട് ഓതാതിരിക്കാൻ സാബിയൂൻ എന്ന് ഓതിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഓതിയതിൻ്റെ ഒരു ഉദാഹരണമാണ് യസ്തഹ്സിഊൻ എന്നുള്ള യസ്തഹ്സിയൂൻ എന്ന് ഓതിയിട്ട്. മറ്റൊരു കിറാഅത്താണ് സ്വാബൂൻ മിൻ സബൗത്ത എന്നൊക്കെ. ലിഅന്നഹും സബൗ ഇല ഇത്തിബാഇൽ ഹവാ വശഹവാത്തി, ദീനുൽ ഇസ്ലാമിൽ നിന്ന് അല്ലെങ്കിൽ ദീനുകളിൽ നിന്ന് ഹവയുടെയും ഷഹവാത്തിൻ്റെയും മാർഗത്തിലേക്ക് ഖറജു വിട്ടുപോയവർ. ഓക്കെ, വലം യത്തബിഉ, അവർ പിന്തുടർന്നില്ല അദില്ലത്തൽ അഖ്ലി വസ്സംഇ, അഖലിൻ്റെയും ബുദ്ധിയുടെയും അതുപോലെ തന്നെ കേൾവിയുടെയും. കേൾവി പറഞ്ഞ സുന്നത്ത്, സുന്നത്ത് ഖുർആനും സുന്നത്തും. അപ്പോൾ സംഇൻ്റെ തെളിവുകളെയും അവർ പിന്തുടർന്നില്ല, ബുദ്ധിയുടെ തെളിവും അവർ പിന്തുടർന്നില്ല. ഓക്കെ, വഖറ അവസാനമായിട്ട് അബ്ദുല്ല എന്നവർ ഓതുന്നു യാ അയ്യുഹല്ലദീന ആമനു വല്ലദീന ഹാദു വസ്സാബിഊൻ എന്നാണ് ഓതിയിട്ടുള്ളത്. ഇന്നല്ലദീന ആമനു എന്നല്ല, യാ അയ്യുഹല്ലദീന ആമനു. അങ്ങനെയാണെങ്കിൽ ഒരു പ്രശ്നമില്ല, അവിടെ പിന്നെ നസ്ബല്ലല്ലോ യാ അയ്യുഹല്ലദീന ആമനു എന്നുള്ളത്. അവിടെ വസാബി എന്ന് ഓതിയാൽ പിന്നെ ഈ തഖീർ തഖ്ദീം അങ്ങനത്തെ വിഷയങ്ങൾ വരുന്നുമില്ല. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു ഭാഗമാണിത്. ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വസ്സാബിഊൻ റഫ് ചെയ്തുകൊണ്ട് പറഞ്ഞത് മൂലം ഉണ്ടാവുന്ന അല്ലേ, അതിനെ ഏറാബിയായി ന്യായീകരിക്കേണ്ട കുറേ വശങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. അതൊന്നുകൂടി 1-2 തവണയൊക്കെ കേട്ട് ശ്രദ്ധാപൂർവ്വം മനസ്സിലാക്കുക ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.